കേരള പോലീസ് കണ്ടുപരിചയിച്ച സ്ഥിരം കുറ്റവാളികളെ പോലെയല്ല ചെന്താമര. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രതി അതിസമർത്ഥമായാണ് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും. ചെന്താമരയുടെ പല മൊഴികളും പരസ്പരം കൂട്ടിമുട്ടിക്കാനാകാതെ തലപുകയ്ക്കുകയാണ് പോലീസ്. വിശപ്പ് സഹിക്കവയ്യാതെയാണ് ചെന്താമര കാടിറങ്ങിയത്. പിടിയിലായപ്പോൾ പോലീസിനോട് ആദ്യം ആവശ്യപ്പെട്ടതാകട്ടെ ചോറും ചിക്കൻ കറിയും. പ്രതിയുടെ കൂസലില്ലായ്മ കണ്ട് അമ്പരപ്പിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ക്രിമിനൽ വാസനയിൽ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ചെന്താമരയ്ക്ക്. അടിമുടി അസ്വാഭാവികം, പ്രൊഫഷണലുകളെ വെല്ലുന്ന കൂർമ്മ ബുദ്ധി. പോലീസിനോട് ചിക്കനും ചോറും ആവശ്യപ്പെട്ടതു മുതൽ സ്വന്തം ഭാര്യയെ കൊല്ലാൻ കഴിയാത്തതിന്റെ വിഷമം വരെ പങ്കുവച്ച ചെന്താമര പോലീസിനും അമ്പരപ്പാണ്. നാട് നടുങ്ങിയ ഇരട്ടക്കൊലപാതകം ചെന്താമര പോലീസിനോട് കൂളായി വിശദീകരിച്ചത് ഇങ്ങനെ: വാൾ വാങ്ങിയത് നെന്മാറയിൽ നിന്ന്. വാളിന്റെ പിടിയുറപ്പിച്ച തേങ്ങ വെട്ടാൻ പോകവേ സുധാകരനെ കണ്ടു. തന്നെ വണ്ടിയിടിക്കാൻ വന്ന പോലെ തോന്നിയതിനാൽ വെട്ടി. ലക്ഷ്മിയാണ് ജീവിതം തൊലച്ചത്. അതുകൊണ്ട് അവരെയും ആക്രമിച്ചു കൊലപ്പെടുത്തി. സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിൽ എന്തിന് ഇത്രയും തവണ വെട്ടി? ഒളിവിലിരിക്കുമ്പോഴും പോലീസ് നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു ചെന്താമര. പോലീസ് ഡ്രോൺ കണ്ടപ്പോൾ മരങ്ങളുടെ താഴെ ഒളിച്ചു. ഒളിവിൽ കഴിയവേ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടെന്നാണ് ചെന്താമരയുടെ മറ്റൊരു മൊഴി. മരിക്കാൻ തയ്യാറായി നിന്നു, പക്ഷേ ആന ഉപദ്രവിക്കാതെ മടങ്ങി. ചിലരെ കൊല്ലാൻ കഴിയാത്തതിൽ ചെന്താമരയുടെ പരിഭവം കേട്ട പോലീസും ഞെട്ടി. സ്വന്തം ഭാര്യ, മകളുടെ ഭർത്താവായ പോലീസുകാരനുമുണ്ടായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ. വിശന്നപ്പോൾ ഭക്ഷണത്തിന് യാചിച്ചയാൾ ചോദ്യം ചെയ്യലിൽ ഭക്ഷണം നൽകിയ പോലീസിന് നേരെ കുലവിളി ഉയർത്തി. കോഓപ്പറേഷൻ ഇൻ ദ സെൻസ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ പറ്റില്ല. വി ഹാവ് ടു ക്രോസ് വെരിഫൈ ബിഫോർ ബിലീവിംഗ്. ഞങ്ങൾ എല്ലാം കാര്യങ്ങൾ ഓരോ കാര്യം ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ചെന്താമര പറഞ്ഞതിൽ പലതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൊലപാതകം പുനരാവിഷ്കരിക്കുമ്പോൾ ഉത്തരങ്ങൾ പലതും കൂട്ടിമുട്ടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 പാലക്കാട്.